വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോവുകയാണ്. സമയം രാവിലെ 6 മണിയായി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മീറ്റിംഗ് പോയിന്റിലേക്കാണ്. ഞങ്ങളൊരു ഗ്രൂപ്പ് റൈഡായിട്ടാണ് ഇന്ന് പോകുന്നത്. ഇന്നൊരു 8-9 റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹാസൻ റോഡിൽ വൈശാലി എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 19 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ മീറ്റിംഗ് പോയിന്റിലോട്ട്. അതിനുശേഷം അവിടുന്ന് വീണ്ടും ഒരു 104 കിലോമീറ്റർ സംതിങ് ഉണ്ട് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലോട്ട്. നമ്മൾ ഏകദേശം നമ്മുടെ മീറ്റിംഗ് പോയിന്റ് എത്താറായി. ഇനിയൊരു 5 മിനിറ്റ് അടുത്തേ ഉള്ളൂ. യെസ്, നമ്മൾ നമ്മുടെ മീറ്റിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആഹാ, നിഞ്ച 1000 ഉണ്ടല്ലോ. ഓ ഗുഡ്. ഇങ്ങനത്തെ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ടൊക്കെ യാത്ര സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് റൈഡ് തുടങ്ങിയതിന് ശേഷം കാണാം. എല്ലാ റൈഡിലും ഉള്ള പോലെ ഇന്നും കുറച്ച് ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട്. മൊത്തം 14 പേരെ മറ്റോ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 6 പേരെടുത്ത് ഡ്രോപ്പ് ഔട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഞായറാഴ്ച ആണെന്ന്. ഇതിപ്പോൾ നമ്മൾ ചെന്ന് കയറുന്നത് ഹാസൻ റോഡിലോട്ടാണ്. നെലമംഗലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എനിക്കൊന്ന് അവിടെ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് ഹാസൻ റോഡിലോട്ട് കയറുന്നത്. ഹാസൻ റോഡ് കയറി കഴിഞ്ഞാൽ വലിയ തിരക്ക് കാണാൻ ചാൻസ് കുറവാണ്. ഇവിടെയാണ് ഐക്യയുടെ ഒരു വലിയ ഷോറൂമുണ്ട്. നിങ്ങൾ ടി വിയിൽ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഐക്യയുടെ ഷോറൂം ഇവിടെയാണ്. എനിക്കത് വേൾഡിലെ തന്നെ ഒരു ഏറ്റവും വലിയൊരു ഹോം അപ്ലയൻസ് അല്ല, ഫർണിച്ചർ ഷോറൂമോ അങ്ങനെ എന്തൊക്കെയാണ്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ് പറയുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് നാഗസന്ദ്ര. കറക്റ്റ് നാഗസന്ദ്ര മെട്രോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഐക്യ. നമ്മൾ മാംഗ്ലൂർ റോഡിലോട്ട് കയറി. ഹാസൻ ഇവിടുന്ന് 156 കിലോമീറ്റർ ഉണ്ട്. എന്തോ ചെറിയൊരു ഇഷ്യൂ. സാരമില്ല, പുതിയതായിട്ട് വണ്ടി എടുത്ത് തരാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഫ് ടു വൈശാലി. നമുക്ക് ഇവിടുന്ന് ഏകദേശം എനിക്കൊന്ന് വൈശാലിയിലേക്ക് ഒരു 70 കിലോമീറ്റർ അടുത്ത്, 70 100 കിലോമീറ്റർ അടുത്ത് കാണാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ റോഡൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല കിടിലൻ 4 ലൈൻ റോഡാണ്. പിന്നെ വഴിയിൽ തിരക്ക് കാണുമോ എന്ന് ചോദിച്ചാൽ നോട്ട് ഷുവർ. അതേ പോടും. എന്തോ ഒരു സൈക്കിൾ റാലിയാണോ കോമ്പറ്റീഷൻ ആണോ എന്നറിയത്തില്ല. കുറേ സൈക്കിളുകാർ പോകുന്നുണ്ട്. കണ്ടിട്ട് കോമ്പറ്റീഷനാണെന്ന് തോന്നുന്നു. എല്ലാവരും നല്ല മത്സരിച്ച് ചവിട്ടുന്നുണ്ട്. 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണെന്ന് തോന്നി. നമ്മുടെ സൈക്ലിസ്റ്റുകൾ വരുന്നുണ്ട്. ഒരു രക്ഷയിലാണ്. അതേ സൂപ്പർ ബൈക്കുകളുടെ പെരളി.
അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. സമയം ഏകദേശം 8 മണിയാകാറ് കേട്ടോ. ഇതിപ്പം വലിയ ചൂടില്ല, അതുകൊണ്ടൊരു സുഖമുണ്ട് റൈഡ് ചെയ്യാൻ വേണ്ടി. വേനൽക്കാലമാണല്ലോ, ബാക്കിയുള്ളിടത്തൊക്കെ നല്ല ചൂടാണ്. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇത് ആ സെയിം ബ്രാഞ്ച് തന്നെയാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് കൂർഗ് റൈഡ് പോയപ്പോഴത്തേക്ക് നമ്മൾ കൂർഗ് റൈഡ് പോയപ്പോൾ മൈസൂരിന് മുമ്പായിട്ടൊരു വൈശാലിയിൽ നിർത്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അവിടെ തന്നെ സെയിം ബ്രാഞ്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ്. ചുമ്മാ സൂപ്പർ ബൈക്സിൻ്റെ ആറാട്ടാണ്. ഇതേ ഇരിക്കുന്നു ZX10R. ഇത് പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള പുള്ളിയുടെ നിഞ്ച 1000. വീണ്ടും ZX10R, ഹിമാലയൻ. ഇതേത് സാധനം? ഹാർലി ഡേവിഡ്സണോ? പിന്നെ ടൈഗർ 900. എൻ്റെ മോനെ ചാകരയാണ് സൂപ്പർ ബൈക്സിൻ്റെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ബൈക്കും കയറ്റി വെച്ചു. നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. ഇവിടെ നമ്മുടെ കൂടെ വന്നൊരു അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ മറ്റേ ഷെട്ടിഹള്ളി പോകാറുന്ന പ്ലാൻ ക്യാൻസൽ ചെയ്തു. നല്ല വെയിലാണ്. നമ്മളിപ്പോൾ അവിടെ ചെന്നാലും നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഷെട്ടിഹള്ളി പ്ലാൻ ക്യാൻസൽ ചെയ്തു. തിരിച്ച് ബാംഗ്ലൂർക്ക്. സമയം 10 മണി. നല്ലൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഹാസൻ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകുന്ന റൂട്ടിലൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ ഫുഡ് സ്പോട്ടുകളാണ്. എല്ലായിടത്തും ഇതുപോലെ രാവിലെ റൈഡേഴ്സാണ് വീക്കെൻഡ്സിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈഡ് വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാനിനിയിപ്പോൾ തിരിച്ചുള്ള റൂട്ട് എന്താണെന്ന് ഇനി ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ റൈഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വീണ്ടും പുതിയൊരു റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.